എല്ലാവർക്കും നമസ്കാരം. ട്രാൻസിഷൻ മെറ്റൽ എന്നുള്ള ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ പൊസിഷനും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. ഡി ബ്ലോക്ക് എലമെൻസിനെയാണ് നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കുക. അതിൽ ഗ്രൂപ്പ് 3 to 12 ആണ് ആ ഗ്രൂപ്പ് വരിക. എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻഷ്യേറ്റിംഗ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് എന്ന് പറയുന്നതിൽ ഡി സബ്ഷെല്ലിലാണ് അതിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺസ് എൻ്റർ ചെയ്യുക. അതാണ് ഡിഫറൻഷ്യേറ്റിംഗ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ്. ഓക്കെ, ഡി ഓർബിറ്റൽസിന് നമ്മളിവിടെ എസ് ആണ് ഏറ്റവും പുറത്തുണ്ടാവുക, അതിൻ്റെ ഉള്ളിലാണ് ഡി ഉണ്ടാവുക. അതുകൊണ്ട് പെനുൾട്ടിമേറ്റ് ഷെൽ എന്നാണ് വിളിക്കുക ഇവിടെ. ട്രാൻസിഷൻ മെറ്റൽസിൽ ഇലക്ട്രോൺ എവിടെയാണ് ഫില്ല് ചെയ്യുക? പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസിൽ അല്ലെങ്കിൽ പെനുൾട്ടിമേറ്റ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക. ദെൻ ഓൾ ആർ മെറ്റൽസ്. അതിൽ തന്നെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി നമ്മൾ പൊതുവെ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കാറില്ല. പക്ഷേ ഈ 3 മെറ്റൽസിനെയും നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെയാണ് പഠിക്കുക. അതിൽ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കൂടെ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം അവിടെ പാർഷ്യലി ഫിൽഡ് അല്ല, അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ഓർബിറ്റൽസിലാണ്. പക്ഷേ അതിൻ്റെ ഒരുപാട് കെമിസ്ട്രി സിമിലാരിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ഒപ്പം തന്നെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി പഠിക്കുന്നത്. അതിനെ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് പറയുക. ഓക്കെ, ആദ്യത്തെ കാര്യം പൊസിഷൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. ട്രാൻസിഷൻ മെറ്റൽസ് എവിടെയാണ് പീരിയോഡിക് ടേബിളിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞു 3 to 12 ഗ്രൂപ്പിലാണ് ഇത് വരുന്നത്. അവിടെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിക്കാൻ തന്നെ കാരണം ഇതിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ളത് ഹൈലി ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ റൈറ്റിലുള്ളത് ഹൈലി ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ആ ഇലക്ട്രോ പോസിറ്റീവായിട്ടുള്ള എസ് ബ്ലോക്കിൻ്റെയും ഇലക്ട്രോ നെഗറ്റീവായിട്ടുള്ള പി ബ്ലോക്കിൻ്റെയും ഇടയിൽ ആണ് നമ്മുടെ ഡി ബ്ലോക്കിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇലക്ട്രോ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ഓക്കെ, പിന്നെ ഒരുപാട് പ്രോപ്പർട്ടീസും ഈ എസ് ബ്ലോക്കിൻ്റെയും പി ബ്ലോക്കിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഇതിൽ വരിക. അതുകൊണ്ടാണ് ആ ട്രാൻസിഷൻ എന്നുള്ള പദം ഉപയോഗിക്കാൻ കാരണം. Hence they show gradual transition in characteristics from S block to P block elements. Then different transition series. നമുക്ക് ഡി ബ്ലോക്ക് എലമെൻസിനെ 4 പീരിയഡ്സ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. 3D സീരീസ്, 4D സീരീസ്, 5D സീരീസ് ആൻഡ് 6D സീരീസ്. 6D സീരീസ് എന്ന് പറയുന്നത് പുതുതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എലമെൻറ്റ്സ് ആണ്. അതിൻ്റെ കൂടുതൽ കെമിസ്ട്രി അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പ്രധാനമായിട്ടും 3D, 4D, 5D സീരീസസ് ആണ് ഉള്ളത്. അതിൽ തന്നെ ഈ 3 ട്രാൻസിഷൻ സീരീസിൻ്റെയും ജനറൽ ഫോർമുല എന്ന് പറയുന്നത് n-1 D1 to 10 ns1 to 2. n-1 കാണിക്കുന്നത് പെനുൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡി സബ്ഷെല്ലിനെ കാണിക്കുന്നു. ഓക്കെ, 3D സീരീസ് സ്റ്റാർട്ട്സ് ഫ്രം സ്കാൻഡിയം ടു സിങ്ക്. ദെൻ 4D സീരീസ് ഫ്രം യിട്രിയം ടു കാഡ്മിയം. ദെൻ 5D സീരീസിൻ്റെ ഒരു പ്രത്യേകത, 5D സീരീസിൽ ഫസ്റ്റ് എലമെൻറ്റ് ലന്താനം കഴിഞ്ഞിട്ട് അതിൻ്റെ അറ്റോമിക് നമ്പർ ശ്രദ്ധിക്കുക 57 ആണ്. അത് കഴിഞ്ഞിട്ട് ഹാഫ്നിയം 72 ആണ്. അതിൻ്റെ ഇടയിലുള്ള എലമെൻറ്റ്സ് എല്ലാം കൂടെ നമ്മൾ എഫ് ബ്ലോക്കായിട്ട് ഈ പീരിയോഡിക് ടേബിളിൻ്റെ അവസാനം ലാന്തനൈഡ് സീരീസും ദെൻ അടുത്ത 6D സീരീസിൽ ആക്റ്റിനത്തിൻ്റെ കഴിഞ്ഞു വരുന്ന എലമെൻറ്റ്സ് ആക്റ്റിനൈഡ് സീരീസ്, ലാന്തനോയിഡ്സ്, ആക്റ്റിനോയിഡ്സ് ആയിട്ട് 2 സെപ്പറേറ്റ് പീരീഡ്സ് ആയിട്ടാണ് നമ്മൾ എഴുതാറ്. ഓക്കെ, ദെൻ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ പൊതുവെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്നാമത്, ആദ്യമേ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നതിന് മുമ്പേ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ഡി സബ്ഷെൽ പ്രോഗ്രസീവ്ലി ഫില്ലിംഗ് ആയതുകൊണ്ട്
ഇപ്പോൾ D1 D2 D3 അങ്ങനെ ഒരു പാർഷ്യലി ഫില്ലിംഗ് ആ ഒരു ക്രമമായിട്ട് നടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസിനൊക്കെ ഒരു ഹൊറിസോണ്ടൽ സിമിലാരിറ്റി ഉണ്ടാവും. ഓക്കെ, സോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മെറ്റാലിക് ക്യാരക്ടർ. ട്രാൻസിഷൻ മെറ്റൽസ് ആണ് അല്ലേ. സോ മെറ്റാലിക് ക്യാരക്ടർ, ട്രാൻസിഷൻ മെറ്റൽസ് എല്ലാം തന്നെ മെറ്റൽസ് ആണ്. ദെൻ മെറ്റൽസിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ലെസ്ചർ, ഡക്റ്റൈൽ, മാലിയബിൾ, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ഹൈ തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റീസ് ഒക്കെ ട്രാൻസിഷൻ എലമെൻസിനുണ്ടാവും അല്ലേ. ലെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിളക്കം, മെറ്റൽസിന് മെറ്റാലിക് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു ഷൈനിങ്. ദെൻ ഡക്റ്റൈൽ, മാലിയബിൾ, നിങ്ങൾക്കറിയാം വയറ് പോലെ നീട്ടാൻ പറ്റുന്നതും അടിച്ചു പരത്താൻ പറ്റുന്നതും, ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ളതും, ഇലക്ട്രിക്കൽ ആൻഡ് തെർമൽ കണ്ടക്ടിവിറ്റിയൊക്കെ നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽസിനുണ്ടാവും. ദെൻ ഇതിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ബോണ്ടിങ് ആണുള്ളത്. അത് എപ്പോഴും ഓർമ്മിച്ച് വെക്കണം, കാരണം അതിനെ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ, കൊവാലൻറ്റ് ബോണ്ടിങ്. കൊവാലൻറ്റ് ബോണ്ടിങ് എങ്ങനെയാണ് ട്രാൻസിഷൻ മെറ്റൽസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 3D ഉണ്ടാവും, 4S ഉണ്ടാവും. 3Dയിൽ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുക. ആ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് കൊവാലൻറ്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെടും, അതായത് മ്യൂച്വൽ ഷെയറിങ്ങിൽ ഏർപ്പെടും ഈ D ഇലക്ട്രോൺസ്. ഓക്കെ, സോ ആ കൊവാലൻറ്റ് ബോണ്ടിങ് വരുന്നത് പാർഷ്യലി ഫിൽഡ് D ഓർബിറ്റൽസിനെ കൊണ്ടാണ്. ദെൻ മെറ്റാലിക് ബോണ്ടിങ് വരുന്നത്, മെറ്റാലിക് ബോണ്ടിങ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആണ് മെറ്റാലിക് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുക. സോ ഇവിടെ ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ളത് വാലൻസ് S ഓർബിറ്റലാണ്, S സബ്ഷെല്ലാണ്. ഓക്കെ, സോ ഇവിടെ മെറ്റാലിക് ബോണ്ടിങ് ഈസ് ഡ്യൂ ടു വാലൻസ് S ഇലക്ട്രോൺസ് ആൻഡ് covalent bonding is due to partially filled D orbitals. Then metallic property, strong covalent bonding ഉള്ളത് കൊണ്ട് ട്രാൻസിഷൻ മെറ്റൽസ് പൊതുവെ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആയിരിക്കും. ഓക്കെ, സോ കൊവാലൻറ്റ് ബോണ്ടിങ് ഉള്ളത് കൊണ്ട് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആയിരിക്കും. അങ്ങനെ പറയുമ്പോൾ കൊവാലൻറ്റ് ബോണ്ടിങ് ഇല്ലാത്ത ആൾക്കാർക്ക് ഈ പ്രോപ്പർട്ടി ഉണ്ടാവില്ല. അതിന് എക്സാമ്പിളാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി. കാരണം നമുക്കറിയാം മെർക്കുറിയൊക്കെ ലിക്വിഡാണ് അല്ലേ, ലിക്വിഡായിട്ടുള്ളൊരു മെറ്റലാണ് മെർക്കുറി എന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഹാർഡ്നെസ്സും ബ്രിട്ടിൽ നേച്ചറും ഇല്ലാത്തത്? കാരണം അവിടെ പാർഷ്യലി ഫിൽഡ് D ഓർബിറ്റൽസ് ഇല്ല, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ പാർഷ്യലി ഫിൽഡ് D ഓർബിറ്റൽസ് ഉണ്ടെങ്കിൽ മാത്രമേ കോവാലൻറ്റ് ബോണ്ടിങ് നടക്കുള്ളൂ. സോ ഇവിടെ കോവാലൻറ്റ് ബോണ്ടിങ് ഇല്ല, അതുകൊണ്ട് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ നേച്ചർ സിങ്ക്, കാഡ്മിയം, മെർക്കുറിക്ക് ഉണ്ടാവില്ല. ദെൻ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. പൊതുവേ ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റാണ് ട്രാൻസിഷൻ മെറ്റൽസിന് ഉണ്ടാവുക. അതിൻ്റെ കാരണം നമുക്കറിയാം മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടുതലാവാനുള്ളൊരു കാരണം അതിൻ്റെ ഇൻ്റർ ആറ്റോമിക് ബോണ്ടിങ് ആണ്. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ബോണ്ടിങ് ആണ് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു, മെറ്റാലിക് ബോണ്ടിങ്ങും കോവാലൻറ്റ് ബോണ്ടിങ്ങും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഫിഗറിൽ നോക്കുക, ഈ ഫിഗറിൽ മാംഗനീസ്, ടെക്നീഷ്യം, റീനിയം ഇവിടെയൊക്കെ ഒരു ഡ്രോപ്പ് ഉണ്ട്. ഓക്കെ, സോ ഈ ഡ്രോപ്പിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗനീസ് ഹാസ് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ഡ്യൂ ടു സ്റ്റേബിൾ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. മാംഗനീസിന് ഹാഫ് ഫിൽഡ് 4s2 3d5 ആണ് അല്ലേ, 3d5 4s2 ആണ് മാംഗനീസിൻ്റെ കോൺഫിഗറേഷൻ, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനാണ്. അതുകൊണ്ട് ആ ഒരു ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ട് അതിനൊരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടാവും. എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉള്ളത് കാരണം അത് ഫർദർ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കുറയാൻ കാരണം. സിങ്ക്, കാഡ്മിയം, മെർക്കുറി വെരി ലോ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആയിരിക്കും, കാരണം അതിൻ്റെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിൻ്റെ ഫുള്ളി ഫിൽഡാണ്. അതുകൊണ്ട് അതിനെന്താണ് കോവാലൻറ്റ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കില്ല. അതുമാത്രമല്ല ഫുള്ളി ഫിൽഡ് ആയതുകൊണ്ട് സ്റ്റേബിളാണ്, അതുകൊണ്ട് അതിനൊരു ബോണ്ടിങ്ങിൽ പങ്കെടുക്കാനുള്ള താല്പര്യക്കുറവുണ്ട്. ദെൻ ഈ ആദ്യത്തത് ഡയഗ്രം എന്ന് പറയുന്നത് 3D സീരീസാണ്, ഇത് 4D സീരീസാണ്, ഇത് 5D സീരീസാണ്. സോ നിങ്ങൾ നോക്കുക, 3Dയിൽ നിന്ന് 4D 5Dയിലേക്ക് പോകുമ്പോഴേക്ക് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും വെരി ഹൈ എമൗണ്ട് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ഉണ്ട് അല്ലേ, ട്രമെൻഡസ് ഇൻക്രീസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താ? 4D and 5D orbitals show very high melting point and boiling point.
since their orbitals are larger and diffuse and more penetrating than 3D. സോ ഇവിടെ 4D 5D ഇതിലൊക്കെ വരുമ്പോഴേക്ക് അതിൻ്റെ ഓർബിറ്റൽസ് കുറച്ചുകൂടെ വലുതും അത് കുറച്ചുകൂടി ഡിഫ്യൂസ് ചെയ്ത് സ്പേസിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് നിൽക്കുന്നതും അതുകൊണ്ട് മോർ പെനിട്രേറ്റിംഗ് പവർ ഉണ്ടാവും. മോർ പെനിട്രേറ്റിംഗ് പവർ ഉണ്ടെങ്കിൽ എന്താണ്, അവിടെ കൂടുതലായിട്ട് ബോണ്ടിങ് നടക്കും, കൂടുതലായിട്ട് ആ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽസ് കോവാലൻറ്റ് ബോണ്ടിങ്ങിൽ പങ്കെടുക്കും. അങ്ങനെ കൂടുതൽ എക്സ്റ്റെൻസീവ് ബോണ്ടിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടും. ഓക്കെ, ദെൻ ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ. ആറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ ഇത് ആക്ച്വലി മഞ്ജുഷയിലുള്ള അതേ ടേബിൾ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ 3 ഫാക്ടേഴ്സാണ്. എലോങ് എ പീരീഡ് നോക്കുകയാണെങ്കിൽ 3 ഫാക്ടേഴ്സാണ്. ഒന്നാമത്തത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴേക്ക് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും അല്ലേ. ദെൻ ഷീൽഡിംഗ് എഫക്റ്റും നമ്മുടെ ആറ്റോമിക് റേഡിയസ് അയോണിക് റേഡിയസിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ദെൻ റിപ്പൽഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ്. നമുക്ക് ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഒരേ ഷെല്ലിലാണ് നമ്മൾ ഇലക്ട്രോൺസ് ഇങ്ങനെ ആഡ് ചെയ്യുക അല്ലേ. ആ ആഡ് ചെയ്യുമ്പം ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺസ് വരുമ്പോൾ അവിടെ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ വരും. അതാണ് ആ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി നിങ്ങളിതിൻ്റെ വാല്യൂസ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ക്രമമായിട്ട് നിങ്ങൾക്ക് കുറഞ്ഞു വരുന്നത് കാണാം. അതിൻ്റെ കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോഴേക്ക് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും, ന്യൂക്ലിയസിൻ്റെ പവർ കൂടും അല്ലേ. ന്യൂക്ലിയസിൻ്റെ പവർ കൂടും. ആദ്യമൊക്കെ ഇലക്ട്രോൺസ് കുറവായിരിക്കും, D1 D2 D3 D4 ഇലക്ട്രോൺസ് കുറവാകുമ്പം അതിൻ്റെ സ്റ്റെറിക് എഫക്റ്റും അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്റ്റ് കുറവായിരിക്കും. 1 2 3 ഇലക്ട്രോൺസ് ഒക്കെ ആണെങ്കിൽ അതിന് ഷീൽഡ് ചെയ്യാനുള്ള കഴിവ് കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ നോക്കുക, ഈ മിഡിൽ പോർഷനിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴേക്ക് ഈ ഡിക്രീസ് അങ്ങനെ കാണില്ല, പകരം ചെറിയൊരു ഇൻക്രീസാണ് കാണുക അവസാനത്തേക്ക്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ അവിടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള എഫക്റ്റ് എന്ന് പറയുന്നത് കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുമ്പം അതിനെ കൊണ്ടുള്ള ഷീൽഡിംഗ് എഫക്റ്റ് കൂടും. അതുമാത്രമല്ല ഇലക്ട്രോൺ റിപ്പൽഷൻ കൂടും. അതുകൊണ്ടാണ് ഈ അവസാനത്തേക്ക് എത്തുമ്പോഴേക്ക് ആറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യാൻ കാരണം. ഓക്കെ, ഇതിലൊക്കെ അതുതന്നെയാണ് അതിൻ്റെ കാരണം. ദെൻ ഗോയിങ് ഡൗൺ ദ ഗ്രൂപ്പ്, നമ്മൾ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെയും 3 ഫാക്ടറാണ്. അഡീഷൻ ഓഫ് ന്യൂ ഷെൽ. നമുക്കറിയാം സ്കാൻഡിയത്തിൽ നിന്ന് ഇട്രിയത്തിലേക്ക് വരുമ്പോഴേക്ക് 3Dയിൽ നിന്ന് 4Dയിലേക്കാണ് വരുന്നത് അല്ലേ, പുതിയ ഷെല്ലിലേക്കാണ് വരുന്നത്. സോ പ്രിൻസിപ്പൽ നമ്പർ 3യിൽ നിന്ന് പ്രിൻസിപ്പൽ നമ്പർ 4ലേക്കാണ് വരുന്നത്. ഒരു ഷെൽ അവിടെ ആഡ് ആവുകയാണ്. ദെൻ താഴേക്ക് വരുമ്പോഴേക്കും അതെ അവിടെ ഷീൽഡിംഗ് എഫക്റ്റും ഒരു ഘടകമാണ്. ദെൻ ലാന്തനൈഡ് കോൺട്രാക്ഷൻ. സോ ഇവിടെ ലാന്തനൈഡ് കോൺട്രാക്ഷൻ നമുക്ക് പറയാം. അതിൻ്റെ മുമ്പേ സ്കാൻഡിയത്തിൽ നിന്നും ഇട്രിയത്തിലേക്ക് വരുമ്പോഴേക്ക് നമുക്കറിയാം ഗ്രൂപ്പ് താഴുമ്പോഴേക്ക് നമുക്ക് സൈസ് കൂടും. ആ സൈസ് എല്ലാറ്റിലും ബാധകമാണ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്ക് സൈസ് കൂടും. ഓക്കെ, ദെൻ ഇങ്ങോട്ടേക്കില്ല പീരീഡിലേക്ക് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്രീനിങ് എഫക്റ്റും ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൽഷൻ കാരണമൊക്കെയാണ് നമുക്ക് അവസാനത്തേക്ക് ആറ്റോമിക് റേഡിയസ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിൻ്റെ എലമെൻസിലെ ആറ്റോമിക് റേഡിയയും തേർഡിലെയും ഓൾമോസ്റ്റ് സിമിലറാണ്. അതിൻ്റെ കാരണം എന്താ? സാധാരണഗതിയിൽ നമ്മൾ 4Dയിൽ നിന്ന് 5Dയിലേക്ക് വരുമ്പോഴേക്ക് ഇൻക്രീസ് ആവണ്ടേ സൈസ്, അവിടെ ഇൻക്രീസ് ആവുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ലന്താനം കഴിഞ്ഞിട്ട് നമുക്ക് ആക്റ്റിനൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 14 എലമെൻറ്റ്സ് ഉണ്ട്. ആ ആക്റ്റിനൈഡ്സിൽ F ആണ് വരുന്നത്, 4F ആണ് വരുന്നത്. ഓക്കെ, സോ ആ 4Fലുള്ളത് ഇലക്ട്രോൺസ് പ്രോഗ്രസീവ്ലി ഫില്ലിംഗ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ഹാഫ്നിയം വരുന്നത്. സോ ഇവിടെ എഫിന് ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറവായിരിക്കും, കാരണം അത് സ്പേസിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. സോ എഫ് സബ്ഷെൽ അല്ലെങ്കിൽ എഫ് ഓർബിറ്റലിന് സ്ക്രീൻ ചെയ്യാനുള്ള കഴിവ് വളരെ വളരെ കുറവായിരിക്കും. സ്ക്രീനിങ് എഫക്റ്റ് കുറവാണെങ്കിൽ എന്താണ്, ന്യൂക്ലിയസിൻ്റെ പവർ കൂടുമ്പോൾ ആ സൈസ് ന്യൂക്ലിയസ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് പിടിച്ചു വലിക്കും. സ്ക്രീനിങ് എഫക്റ്റ് കുറവാണെങ്കിൽ മോർ എഫക്റ്റീവായിട്ട് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കും, സൈസ് കുറയും. സോ 4D സീരീസിനും 5D സീരീസിനും സിമിലർ ആയിട്ടുള്ള അറ്റോമിക് റേഡിയസ് വരാൻ കാരണം പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 4F ഇലക്ട്രോൺസ് ആണ്.
പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 4f ഇലക്ട്രോൺസ്. 4f ഇലക്ട്രോൺസിന് പുവർ ഷീൽഡിംഗ് ആയതുകൊണ്ട് എന്താണ് ഇവിടെ ലന്താനം ഈ എലമെൻസിനെല്ലാം തന്നെ സ്ക്രീനിങ് എഫക്റ്റ് കുറവായത് കാരണം നമുക്ക് ഇതിൻ്റെ റേഡിയസ് സിമിലർ ആയിട്ട് വരും. സോ പുവർ ഷീൽഡിംഗ് ഓഫ് 4f ഇലക്ട്രോൺസ് കാരണം ഈ ഒരു റെഗുലറായിട്ടുള്ള ഡിക്രീസ് നമ്മുടെ ലാന്തനൈഡ്സിൽ കാണുന്നതിനെയാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുക. നമുക്ക് ഈ ഒരു ട്രാൻസിഷൻ എലമെൻറ്റ്സ് കഴിഞ്ഞിട്ട് ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ലാന്തനൈഡ്സിൽ എടുക്കുമ്പോൾ പറയാം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിൻ്റെയും തേർഡ് ട്രാൻസിഷൻ സീരീസിൻ്റെയും സൈസ് സിമിലറായിട്ട് വരാൻ കാരണം ഈ ലന്താനം കഴിഞ്ഞിട്ട് ലാന്തനൈഡ്സ് ആണ്. ആ ലാന്തനൈഡ്സിൻ്റെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് കാരണം, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം അതിൻ്റെ സൈസ് വലിയ തോതിൽ വ്യത്യാസം വരുന്നില്ല. ഒരു ക്രമമായിട്ടുള്ള ഡിക്രീസാണ്. അവിടെ സ്ക്രീനിങ് എഫക്റ്റ് വളരെ കുറവായതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന എലമെൻസിനെല്ലാം തന്നെ എന്താണ് സിമിലർ ആയിട്ടുള്ള ഇതും സിമിലർ ആയിട്ടുള്ള റേഡിയസ് ആയിട്ട് വരും. ആ ലാന്തനോയിഡ് കോൺട്രാക്ഷനാണ് ആ സിമിലാരിറ്റി ഇൻ ആറ്റോമിക് റേഡിയസിൻ്റെ കാരണം. ദെൻ അയോണിക് റേഡിയയും ഇതേ ഫാക്ടേഴ്സൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ മാംഗനീസിൻ്റെ ശ്രദ്ധിക്കാം. മാംഗനീസിന് ക്രമമായിട്ട് അയോണിക് റേഡിയസ് കുറഞ്ഞു വരികയാണ്. പക്ഷേ മാംഗനീസിൽ അത്ര കുറയുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Mn2+, നമുക്കറിയാം മാംഗനീസ് 3d5 4s2 ആണ്. 2+ എന്ന് പറയുമ്പോൾ 4sലുള്ള ഇലക്ട്രോൺസ് പോയി 3d5 മാത്രമായിരിക്കും. ആ 3d5 ആ 5 ഇലക്ട്രോൺസിനൊരു സ്പെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് മാംഗനീസിന് ന്യൂക്ലിയസിന് ചുറ്റും അതൊരു സ്പെറിക്കൽ ടൈപ്പിലുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് അതുണ്ടാവുക. ആ അറേഞ്ച്മെൻറ്റ് കാരണം ഷീൽഡിംഗ് എഫക്റ്റ് ഉണ്ടാവും. ആ ഷീൽഡിംഗ് എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് മാംഗനീസിന് ഇവിടെ സൈസ് കൂടുതലാവാൻ കാരണം. ഓക്കെ, ആ ഒരു ഫാക്ടർ ഓർത്ത് വയ്ക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ളതിനൊക്കെ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയും ശ്രദ്ധിക്കുക, ഇതിന് ശേഷമാണ് ചെറുതായിട്ട് റേഡിയസ് ഇൻക്രീസ് ആവുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു റെഡ് സ്ക്വയറിൽ ഇട്ടത്. ഓക്കെ, ഇതിനടുത്ത പ്രോപ്പർട്ടി ഡെൻസിറ്റി. സോ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഡെൻസിറ്റി സ്വാഭാവികമായിട്ടും കൂടി വരും. കാരണം എന്താണ്, അറ്റോമിക് നമ്പർ ഇൻക്രീസ് ആവുകയാണ്, സൈസ് കുറയുകയാണ് സാധാരണഗതിയിൽ. സോ അറ്റോമിക് മാസ് ഇൻക്രീസ് ചെയ്യുകയാണ്, സൈസ് വോളിയം കുറയുമ്പം ഡെൻസിറ്റി പൊതുവെ ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്ത് വരും. നമുക്കിവിടെ അതെ സ്കാൻഡിയത്തിൽ നിന്ന് നമ്മൾ അങ്ങനെ പോരുമ്പം ഇൻക്രീസ് ചെയ്ത് വരുന്നു. പക്ഷേ ഈ മിഡിൽ പോർഷന് ശേഷം നോക്കുക അത്ര കണ്ടൊരു ഇൻക്രീസ് കാണില്ല. കാരണം അവിടെ ഒരു സ്റ്റഡി വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, സോ ആ സ്റ്റഡി വാല്യൂ വരാൻ കാരണം ഇവിടെ ന്യൂക്ലിയർ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ മാസ് ഇൻക്രീസ് ആയി വരുന്നുണ്ട്. പക്ഷേ വോളിയം എന്താ സംഭവിക്കുക ലാസ്റ്റിലേക്ക്? നമ്മൾ അറ്റോമിക് റേഡിയസ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു ഇവിടെ ഷീൽഡിംഗ് എഫക്റ്റ് വരും. കാരണം മോർ നമ്പർ ഓഫ് ഡി ഇലക്ട്രോൺസ് വരുമ്പം ഷീൽഡിംഗ് എഫക്റ്റ് വരും. കൂടാതെ ഇൻ്റർ ഇലക്ട്രോണിക് റിപ്പൽഷനും വരും. സോ ഷീൽഡിംഗ് എഫക്റ്റും ഇലക്ട്രോൺ റിപ്പൽഷൻ കാരണം ഇവിടെ അറ്റോമിക് റേഡിയസ് കൂടുതലായിരിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. റേഡിയസ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും അറ്റോമിക് വോളിയവും കൂടുതലായിരിക്കും. സോ മാസ് ബൈ വോളിയം എന്ന് വരുമ്പോഴേക്ക് വോളിയം കൂടുതലാണെങ്കിൽ, ഡിനോമിനേറ്റർ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത്ര കണ്ട് ഇൻക്രീസ് ആവില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു സ്റ്റഡി വാല്യൂ വരുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 4f അല്ല 5f അല്ല, 4d സീരീസും 5d സീരീസും. 4d സീരീസിൽ നിന്ന് 5d സീരീസിലേക്ക് കടക്കുമ്പോൾ ഇവിടെ ഡെൻസിറ്റിയിൽ വലിയൊരു വ്യത്യാസം കാണും. കാരണം 5dയിലേക്ക് കടക്കുമ്പോഴേക്ക് ഇവിടെ ഡെൻസിറ്റി വളരെയധികം കൂടുന്നു. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ ലാന്തനൈഡ് കോൺട്രാക്ഷൻ നേരത്തെ പറഞ്ഞു. ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, 4d സീരീസിനും 5d സീരീസിനും സിമിലർ ആയിട്ടുള്ള റേഡിയസ് വരുന്നതാണ്, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള വോളിയം വരുന്നതാണ്. സോ 4dയിൽ നിന്ന് 5dയിലേക്ക് വരുമ്പോഴേക്ക് നമുക്ക് മാസ് ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷെ അതിനനുസരിച്ച് വോളിയത്തിൽ ഇൻക്രീസ് വരുന്നില്ല. സോ മാസ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ മാസ് വളരെയധികം കൂടുമ്പോൾ നമ്മുടെ ഡെൻസിറ്റിയിലും അതിൻ്റെ വാല്യൂ വളരെയധികം കൂടും. അതാണ് 5d സീരീസിന് നമുക്ക് എന്താണ്
5D സീരീസിന് നമുക്ക് ഡെൻസിറ്റി വളരെയധികം കൂടാൻ കാരണം 4D സീരീസും 5D സീരീസും 5D സീരീസിന് ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി അയോണൈസേഷൻ എനർജി. സോ അയോണൈസേഷൻ എനർജിയുടെ ഡെഫിനിഷൻ എല്ലാവർക്കും അറിയാം. എന്താണ്? ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ലിബറേറ്റ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഒരു ഗാഷ്യസ് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗാഷ്യസ് ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ലിബറേറ്റ് ചെയ്യാൻ എത്ര എമൗണ്ട് ഓഫ് എനർജി ആവശ്യമാണ്? ഓക്കെ, സോ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ച കുറച്ച് എലമെൻറ്റ്സ് ഒന്ന് നോക്കാം. ക്രോമിയം ആൻഡ് സിങ്ക്. സോ ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 3d5 4s1 ആണ്. 3d5 4s1. സോ ഇവിടെ നിങ്ങൾ വാല്യൂ നോക്കുക. സ്കാൻഡിയം, ടൈറ്റാനിയം, പിന്നെ കുറച്ച് കുറയുക ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ക്രോമിയം ആകുമ്പോഴേക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിവിടെ സാധാരണഗതിയിൽ കൂടി വരികയാണല്ലോ വരേണ്ടത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുമ്പോഴേക്ക് അയണൈസേഷൻ എനർജി കൂടി വരികയാണ് ചെയ്യുക. ഇത് കൂടാത്തതിൻ്റെ കാരണം ക്രോമിയത്തിന്, വാനേഡിയത്തിൻ്റെത് ഞാൻ പറയാം, അതിൻ്റെ മുമ്പ് ക്രോമിയത്തിൻ്റെ പ്രോപ്പർട്ടി പറയാം. ക്രോമിയത്തിൻ്റെ 3d5 4s1 ആണ്. ആ ഫസ്റ്റ് അയണൈസേഷൻ എനർജിയാണ് നമ്മൾ പറയുന്നത്. സോ ഒരു ഇലക്ട്രോണാണ് ഇവിടെ പുറത്താക്കുന്നത്. സോ ക്രോമിയത്തിൻ്റെ കേസിൽ 3d5 ആ 4s1 നമ്മൾ പുറത്താക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ വരും. 3d5 എന്നുള്ള ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് ക്രോമിയം മാറും. സോ ഒരു സ്റ്റേബിൾ ഫോമിലേക്ക് മാറുന്നത് കൊണ്ടാണ് ഇതിന് കുറച്ച് എമൗണ്ട് ഓഫ് അയണൈസേഷൻ എനർജി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സ്റ്റേബിളായി. കാരണം 3d5 ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനിലേക്ക് വന്നു. അതുകൊണ്ടാണ് ക്രോമിയത്തിന് കുറച്ച് അയണൈസേഷൻ എനർജി. ക്ലിയർ ആയോ? ദെൻ 3d5 സ്റ്റേബിൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമ്മുടെ സിങ്കിനുള്ളത്. സോ അത് ഓൾറെഡി സ്റ്റേബിളാണ്. അതുകൊണ്ട് ഹൈ എമൗണ്ട് ഓഫ് എനർജി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സിങ്കിൻ്റെ കേസിൽ ആ 3d10 നിന്ന് ആ 4s2 നിന്ന് ഒരു ഇലക്ട്രോൺ ലിബറേറ്റ് ചെയ്യിക്കണമെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് എനർജി കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഇൻക്രീസ് ഇവിടെ ഉള്ളത്. ഇതേപോലെ തന്നെയാണ് സെക്കൻഡ് അയണൈസേഷൻ എനർജിയുടെയും തേർഡ് അയണൈസേഷൻ എനർജിയുടെയും കാര്യം. സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഇലക്ട്രോൺ എടുത്തു, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇലക്ട്രോൺ എടുക്കുന്നു. അപ്പോൾ വേണ്ടി വരുന്ന എനർജി. ക്രോമിയത്തിൻ്റെ കേസ് സോ ഇവിടെ 1414 നിന്ന് 1519 ഒരു 92 ഒരു ജമ്പാണ് അല്ലേ, ഒരു ഇൻക്രീസാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുക. 3d5 ആദ്യത്തെ ഇലക്ട്രോൺ പോയി 3d5 ആയി. രണ്ടാമത്തത് വരുമ്പോൾ ആ ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ കോൺഫിഗറേഷനിലാണ് നമ്മളൊരു ഇലക്ട്രോൺ എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ സ്റ്റെബിലിറ്റീനെ അവിടെ പെർട്ടർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആ സ്റ്റെബിലിറ്റീനെ അവിടെ ഡിസ്റ്റർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹൈ എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരുന്നത്. പക്ഷേ മാംഗനീസിന് നിങ്ങൾ നോക്കുക, ഇതിനെക്കാട്ടും കുറവാണ്. കാരണം എന്താണ്? മാംഗനീസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 ആണ്. സോ 2 ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാംഗനീസിന് ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ വന്നു. സോ 2 ഇലക്ട്രോൺ മാംഗനീസിൽ നിന്ന് പോയാൽ അതിന് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യും. അതുകൊണ്ട് കുറച്ച് എമൗണ്ട് ഓഫ് എനർജി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാംഗനീസ് സ്റ്റേബിൾ ആവും. അതുകൊണ്ടാണ് ഇതിൻ്റെ വാല്യൂ കുറയുന്നത്. ഓക്കെ, കോപ്പറിൻ്റെത് നോക്കുക. കോപ്പറിൻ്റെത് 3d10 ആണ്. 3d10 എന്ന് പറയുമ്പോൾ ആദ്യത്തെ അയണൈസേഷൻ എനർജി കൊടുത്തപ്പം ഒരു 4s1 ഒരു ഇലക്ട്രോൺ പോയി 3d10 ആയി. സോ 3d10 ഫുള്ളി ഫിൽഡ് ആണ്, അത് സ്റ്റേബിൾ കോൺഫിഗറേഷനാണ്. അതിൽ നിന്ന് സെക്കൻഡ് ഇലക്ട്രോണിനെ പുറത്താക്കാൻ നോക്കുമ്പം ഹൈ എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരും. കാരണം എന്താണ്? സ്റ്റേബിളായിട്ടുള്ള ഒരു കോൺഫിഗറേഷനിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ഹൈ എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരും. ദെൻ സെക്കൻഡ് അയണൈസേഷൻ എനർജി ഓഫ് സിങ്ക് ഇസ് ലോ. കാരണം കോപ്പറിനെക്കാട്ടത്രയോ ലോ ആണ്. അതിൻ്റെ കാരണം എന്താണ്? ഫസ്റ്റ് അയണൈസേഷൻ എനർജി കൊടുത്തപ്പോൾ തന്നെ സിങ്കിൻ്റെത് 3d10 ആയി അല്ലേ. 3d10 ഉണ്ടായിരുന്നത് 3d10 ആയി.
സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് 4s1 ആ ഒരു ഇലക്ട്രോണും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3d10 എന്നുള്ള ഒരു സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് മാറും. സോ സ്റ്റെബിലിറ്റി കിട്ടുന്നത് കൊണ്ടാണ് ഈ സെക്കൻഡ് അയണൈസേഷൻ എനർജി കുറച്ച് മതി, കുറച്ചുണ്ടെങ്കിൽ ആ ഒരു ഇലക്ട്രോൺ പോയിട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരും. അതുകൊണ്ടാണ് ഇവിടെ എനർജി കുറവാകുന്നത്. ഇതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് തേർഡ് അയണൈസേഷൻ എനർജിയും. തേർഡ് അയണൈസേഷൻ എനർജി മാംഗനീസിന് വളരെ കൂടുതലായിരിക്കും. കാരണം എന്താ? മാംഗനീസ് എന്ന് പറയുമ്പോൾ 3d5 4s2, 3 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഇലക്ട്രോൺ 3d5 ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനിലാണ്, ഹാഫ് ഫിൽഡ് സ്റ്റേബിൾ കോൺഫിഗറേഷനിലാണ് നമ്മൾ അടുത്ത ഇലക്ട്രോണിനെ പുറത്താക്കേണ്ടത്. അപ്പോൾ അവിടെ ഹൈ എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരും. പക്ഷേ അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3d6 4s2 ആണ്. അപ്പോൾ അവിടെ മൂന്നാമത്തെ ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ കിട്ടും, സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. അതുകൊണ്ട് കുറച്ച് എനർജി കൊടുത്തു കഴിഞ്ഞാൽ മതി. സിങ്കിൻ്റെ കേസ് നോക്കാം. സിങ്കിന് ഇവിടെ എന്താണ്? ഇവിടെ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ മൂന്നാമത്തെ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഇലക്ട്രോൺ ഏതാണ്? 3d10 4s2 2 ഇലക്ട്രോൺ പോയി 3d10 ഫുള്ളി ഫിൽഡ് സ്റ്റേബിൾ കോൺഫിഗറേഷൻ. അതിൽ നിന്നൊരു ഇലക്ട്രോണിനെ പുറത്താക്കണമെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് എനർജി ഇസ് റിക്വയർഡ്. ഇനി ഇവിടെ വനേഡിയത്തിൻ്റെ ഒരു കാര്യമുണ്ട്. വനേഡിയത്തിന് ആക്ച്വലി ഇതിനെക്കാട്ടും കൂടുതൽ അയണൈസേഷൻ എനർജി ശരിക്ക് വേണമായിരുന്നു. പക്ഷേ അവിടെ ഒരു ഫാക്ടർ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വനേഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ 3d3 4s2 ആണ് അല്ലേ? സോ ഇതിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ആദ്യത്തെ ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെൻഡൻസി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യത്തെ ഇലക്ട്രോൺ എടുത്തു, 4s2 നിന്നൊരു ഇലക്ട്രോൺ എടുത്തു, 3d3 4s1 ആയി. ആ ഒരു ഇലക്ട്രോൺ ഈ 3dയിലേക്ക് എക്സ്ചേഞ്ച് ആവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. സോ ആ 4s1 ആയിട്ട് നിൽക്കില്ല, അത് പിന്നെ 3dയിലേക്ക് വന്നിട്ട് 4s0 ആയിട്ട് നിൽക്കും. അപ്പോൾ 3dയിലേക്ക് വരുമ്പോൾ ആ എക്സ്ചേഞ്ച് ഓഫ് എനർജി ലിബറേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിനൊരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് വനേഡിയത്തിൻ്റെ കേസിൽ. സോ ആ സ്റ്റെബിലിറ്റി വരുന്നത് കൊണ്ടാണ് ഇവിടെ വാല്യൂ കുറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ആദ്യത്തെ ഇലക്ട്രോൺ പോയി കഴിയുമ്പം 3d3 4s1 ആ ഒരു ഇലക്ട്രോൺ 3dയിലേക്ക് വന്നിട്ട് 3d4 കോൺഫിഗറേഷൻ വരികയും വനേഡിയത്തിന് ഒരു സ്റ്റെബിലിറ്റി കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് അവിടെ കുറച്ച് എനർജി ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വനേഡിയത്തിൻ്റെ 4sലുള്ള ഒരു ഇലക്ട്രോണിനെ നമുക്ക് ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതിനടുത്തത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് മാഗ്നറ്റിക് മൊമെൻ്റാണ് ഇവിടെ കാണാനുള്ളത്. ഇവിടെ നമ്മുടെ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കേസിൽ സാധാരണഗതിയിൽ നമുക്ക് സ്പിൻ മോഷൻ, ഒരു ഇലക്ട്രോണിൻ്റെ സ്പിൻ മോഷനെ കൊണ്ടും ഓർബിറ്റൽ മോഷനെ കൊണ്ടും നമുക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് ക്രിയേറ്റ് ആവും. സോ ഇവിടെ സ്പിന്നിങ് ഓഫ് ഇലക്ട്രോൺസിനെ കൊണ്ടും അത് ഒരു ഓർബിറ്റൽ മോഷൻ, അതിൻ്റെ ആംഗുലർ മൊമെൻറ്റം കൊണ്ടും നമുക്ക് അറ്റോമിക് മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാവും. പക്ഷേ ട്രാൻസിഷൻ എലമെൻസിൻ്റെ കേസിൽ ഈ ഓർബിറ്റൽ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഈ ലിഗാൻഡിൻ്റെ ഇലക്ട്രോൺസ് ഒക്കെ വരുമ്പോൾ ലിഗാൻഡിൻ്റെ ഫീൽഡിൽ ഈ ഓർബിറ്റൽ മോഷൻ ക്വഞ്ച് ചെയ്യപ്പെടുകയാണ്, തടസ്സപ്പെടുകയാണ്. അതുകൊണ്ട് ഈ ഓർബിറ്റൽ മോഷനെ കൊണ്ടുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ് നമ്മൾ എടുക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. സ്പിൻ മോഷനെ കൊണ്ട് മാത്രമുള്ള സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കേസിൽ പറയാം. സോ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് പ്ലസ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അത് ഈ ഫാക്ടർ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കേസിൽ ഇല്ലാത്തത് കൊണ്ട്, അത് ലിഗാൻഡ് ഫീൽഡ് കൊണ്ട് ക്വഞ്ച് ചെയ്യപ്പെടുന്നത് കൊണ്ട് സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റ് മാത്രമാണ് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കേസിൽ മാഗ്നറ്റിക് മൊമെൻ്റ് ആയിട്ട് പറയുക. അതിൻ്റെ ഫോർമുല മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ ഇസ് ഈക്വൽ ടു √n × n+2, where n is the number of unpaired electron. ഓക്കെ, സോ ആദ്യത്തെ കേസ് നമുക്കൊന്ന് നോക്കാം. സ്കാൻഡിയം 3+. സ്കാൻഡിയം 3+ എന്ന് പറയുമ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല, ഇവിടെ ഡിയിൽ 0 ആണ് അല്ലേ, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആണ്. അത് 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആണ്, അതിന് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇല്ല.
ദെൻ ടൈറ്റാനിയം 3+, വനേഡിയം 4+, രണ്ടിനും 3D1 കോൺഫിഗറേഷനാണ്. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഈ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെൻ്റ് 1.73 ആണ്. സോ ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും ഈ കോൺഫിഗറേഷൻ വെച്ചിട്ട് എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വെച്ചിട്ട് നമുക്കതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് √n×n+2 ഫോർമുല വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഈ കാൽക്കുലേറ്റഡ് ഫോർമുലയിൽ നിന്ന് ചെറിയ വ്യത്യാസം ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൊമെൻറ്റിനുണ്ടാവും. അതിൻ്റെ കാരണം ഈ ഒരു ചെറിയ സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് വരുന്നത് കൊണ്ടുള്ള ചെറിയൊരു വ്യത്യാസമാണ്. നമ്മളിവിടെ ഓർബിറ്റൽ മോഷൻ ക്വഞ്ച് ചെയ്യപ്പെടുന്നത് കൊണ്ട് അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ചെറിയ നെഗ്ലിജിബിൾ ഫാക്ടറും കൂടെ ആഡ് ചെയ്യുമ്പം നമുക്ക് ചെറിയ ഒരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് ഒബ്സർവ്ഡ് മാഗ്നറ്റിക് മൊമെൻറ്റ്, ഇതാണ് കാൽക്കുലേറ്റഡ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മാഗ്നറ്റിക് മൊമെൻറ്റ് അൺപെയർഡ് ഇലക്ട്രോൺസിനെ വെച്ചിട്ട്, ഇപ്പോൾ ഇവിടെ 1 ആണ്, സോ 1×1+2, 2 ആണ്, √2×2+2 ആ ഫോർമുലയിൽ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാം, ഏതെങ്കിലും ഒരു കോൺഫിഗറേഷൻ തരും അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷൻ Mn2+ ആണെങ്കിൽ അവിടെ 3D5 ആയിരിക്കും അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5.92 എന്ന് വരും. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് മാക്സിമം മാഗ്നറ്റിക് മൊമെൻറ്റ്, എന്നിട്ട് 3-4 തരുകയും ചെയ്യും. സോ മാക്സിമം മാഗ്നറ്റിക് മൊമെൻറ്റ് ഏതിനാണ് വരിക? മാക്സിമം അൺപെയർഡ് ഇലക്ട്രോൺസ് വരുന്നതിന്. ഓക്കെ, സോ ഇപ്പോൾ ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഇതിൻ്റെ ബാക്കിയുള്ള പ്രോപ്പർട്ടി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം.